നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 ഇൻഗ്രീഡിയൻസ്, അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. നിങ്ങൾക്ക് ഇത്രയും മധുരം ഇഷ്ടമല്ല എങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗറാണുള്ളതെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. റവ പൊടിഞ്ഞ് വരിക എന്നുമില്ല, എന്നാലും പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിഞ്ഞ് ചെറുതായിട്ടൊന്ന് ക്രഷായി കിട്ടും. അത്രയേ ഉള്ളൂ. അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എങ്കിൽ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിലെല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും റവയും കൂടിയുള്ള മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുകയല്ല ചെയ്തത്. നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നെയ്യ് മെൽറ്റാക്കാനായിട്ടുള്ള എളുപ്പ വഴി ഞാൻ കണ്ടുപിടിച്ചതാണേ. നമ്മുടെ ഈ കടുകൊക്കെ താളിക്കുന്ന ചെറിയ തട്ക പാൻ ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയതിന് ശേഷം പുറത്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടുകയും ചെയ്യും. എന്നാൽ നെയ്യ് ഒരുപാട് ചൂടായി പോവുകയില്ല. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നെയ്യ് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ പരിപാടിയൊന്നുമില്ല. ഇതുപോലെ നെയ്യ് ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. ഈ നെയ്യുടെ ഈ ഒരു നനവ് എല്ലാ ഭാഗത്തേക്കും എത്തണം. അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഉണ്ട പോലെ കിട്ടണം. അതാണ് ആ പരുവം. ഇതുപോലെ ഇരിക്കണം. മാവ് പൊട്ടിപ്പോകാതെ ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പല പൊടികൾക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം കുറച്ചൊഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം പോരാ എന്ന് മനസ്സിലായതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ച് ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് പിന്നെയും ഡ്രൈ ആണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. നമ്മുടെ പൂരി മാവ് പോലെയൊക്കെ കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു മാവായിരിക്കണം വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനേ പാടില്ല. എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണേ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കുകയൊന്നും വേണ്ട. ഇനി ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇതിനെ 2 പീസാക്കണം. 2 പീസാക്കിയിട്ട് നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് വരുത്തിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലാതെ ചപ്പാത്തി പലകയിലോ മറ്റോ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പൊടി ഇടുകയോ എണ്ണ തേക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഒരുപാട് പ്രസ് ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പരന്ന് കിട്ടും. പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ മാവ് മൊത്തം ഇതിൽ പറ്റിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ചപ്പാത്തി പോലെ തിന്നാക്കി പരത്തുകയൊന്നും വേണ്ട. ചെറിയൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. സൈഡുകളൊക്കെ നല്ലതുപോലെ ഒന്ന് പരത്തി നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സൈഡൊക്കെ കുറച്ചൊന്ന് പൊട്ടിയിരുന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനെ ഒരു നല്ലൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. സൈഡ് പോർഷനൊക്കെ നമുക്ക് അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് പിന്നെ അതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയ സ്ക്വയർ പീസുകളാക്കിയാണ് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കനം വേണ്ടത്. ഇത്രയും കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. തീരെ നൈസായിട്ട് പരത്തിയെടുക്കുകയേ ചെയ്യരുത്. ഇത് പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ
പാത്രത്തിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് സാധാരണ ഇങ്ങനെയുള്ള സ്നാക്കുകളൊക്കെ ഫ്രൈ ചെയ്യാറ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്നാക്കുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കി കൊടുക്കാം. ലോയിലാക്കിയതിന് ശേഷം നമ്മൾ തൊടാനേ പാടില്ല. അങ്ങനെ തന്നെ ഇരുന്ന് ഏകദേശം ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് കുത്തി ഇളക്കാൻ പാടില്ല. തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഞാനിതിപ്പോൾ ആദ്യത്തെ സെറ്റ് ഉണ്ടാക്കിയ സ്നാക്ക് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കേട്ടോ. എണ്ണയാണെങ്കിലോ വളരെ കുറവും സ്നാക്ക് ഒരുപാടും ആയിപ്പോയി. പിന്നെ നമ്മളെ തോൽപ്പിക്കാനാവില്ലല്ലോ. എങ്ങനെയായാലും ഫ്രൈ ചെയ്തെടുക്കും. നല്ലതുപോലെ മിക്സ് ചെയ്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാം നല്ലതുപോലെ ഒരു ഗോൾഡ് കളറായി വരണം. ഗോൾഡ് കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. കോരിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. കൂട്ടി വെച്ചിട്ട് കോരിയെടുത്ത് പിന്നെ അടുത്ത സെറ്റ് സ്നാക്കുകളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം വീണ്ടും ലോയിലാക്കി കൊടുക്കുക. കാരണം അത്യാവശ്യം തിക്നെസ്സിലാണ് നമ്മൾ ഓരോന്നും പരത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുമെങ്കിലും ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയി കിട്ടും. ഇതിപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടപ്പോഴുള്ള സൗണ്ട് കേട്ടില്ലേ? നല്ല കിലാന്നിരിക്കുന്ന നല്ലൊരു സ്നാക്കാണ്. ഇതിൻ്റെ പേരാണ് ശക്കർപ്പറ, ശക്കർപാലി, അങ്ങനെയൊക്കെ പറയാറുണ്ടേ. നമുക്കത്രയും കടുപ്പപ്പെട്ട പേരുകളൊന്നും വേണ്ട. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. ദീപാവലി സമയങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നൊരു സ്നാക്കാണ്. ഗോതമ്പ് മാവ് വെച്ചിട്ട് നമ്മൾ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. മൈദ യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാറുണ്ട്. കോമൺ ആയിട്ട് മൈദ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.